വത്തക്കയുടെ തോട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ ഇപ്പം സ്കൂൾ പൂട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കൾ മൂച്ചിൻ്റെ ചുവട്ടിലും പറമ്പൂച്ചിൻ്റെ ചുവട്ടിലൊക്കെ തേരെ പാരെ നടന്ന് വെയിലും കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലം ചുട്ടുപൊള്ളുന്ന ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറക്കും അടക്കും അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നല്ല സമയമാണല്ലേ വത്തക്കത്തോട് കിട്ടാൻ പറ്റിയ ചാൻസ് ഉള്ള ടൈമാണ്. വത്തക്കൊക്കെ നല്ല വില കുറവാണ്. നോമ്പിനൊക്കെ നല്ല വിലയാണെങ്കിലും ഇപ്പം നല്ല വില കുറവാണ്. അപ്പോൾ ഏത് വാങ്ങാത്തവരും വത്തക്ക വാങ്ങും, കഴിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ തോട് നേരെ അങ്ങോട്ട് നീട്ടി എറിയാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുന്ന ഫ്രിഡ്ജൊക്കെ തുറന്നും അടച്ചൊക്കെ മനുഷ്യനെ മെനക്കെടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവും, ഉപകാരപ്പെടും എന്നുള്ള ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് വത്തക്ക എന്നാണ് പറയാറ്. ചില നാട്ടിലൊക്കെ ഇതിന് തണ്ണിമത്തന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മലപ്പുറം ജില്ല വിട്ടിട്ടുള്ള നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും ഓരോ നാടിനും എന്താണ് പറയാന്നുള്ളത് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോടൊരു കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെന്താ അറിയോ, വത്തക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ വത്തക്ക മാത്രമല്ല കേട്ടോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു വത്തക്ക തോടിനുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത് ഒഴിവാക്കൂല. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു വത്തക്കയുടെ സീഡ്സ് ഉണ്ടല്ലോ, ചില ആളുകളൊക്കെ വത്തക്ക കഴിക്കുമ്പോൾ ആ ഒരു സീഡ്സും കൂടെ കടിച്ചങ്ങോട്ട് കഴിക്കും. പക്ഷെ ചില ആളുകളൊക്കെ അതിങ്ങനെ ഒഴിഞ്ഞ് തുപ്പി കളിക്കൂലേ. അപ്പോൾ ഇനി ആരും അതിൻ്റെ സീഡ്സ് കളയേണ്ട കേട്ടോ. ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ആ ഒരു സീഡ്സിനും. അപ്പോൾ ഈ ഒരു വത്തക്ക നമുക്ക് വേനൽക്കാലത്ത് ഇനിയിപ്പോൾ എത്ര പൈസ ഇല്ലാത്ത ആളുകൾ ഇത് വാങ്ങും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വത്തക്കത്തോട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെന്താ അറിയോ, ഇത് നല്ല വേനലായതുകൊണ്ട് തന്നെ ഇത് കഴിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമുക്കിപ്പോൾ നാട്ടിലൊക്കെ ഈ വത്തക്ക ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ടല്ലോ അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുമ്പോഴാണ് ഇത് വത്തക്ക കുത്തി വെക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. കുത്തി വെച്ചിട്ട് നല്ല ചുവപ്പ് കളറ് ഉണ്ടാക്കുകയാണെന്നൊക്കെ. ഒരു കണക്കിന് അതൊക്കെ വെറുതെ പറയാമെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, ഓളെ ഹസ്ബൻഡ് പാടത്ത് ഇഷ്ടം പോലെ വത്തക്ക ഉണ്ടാക്കും. തൃശ്ശൂർ ഭാഗത്താണ്. അപ്പോൾ ഓള് എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ആ വള്ളിമെന്ന് പറിച്ച് തന്ന വത്തക്കയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ചുവപ്പും നല്ല തരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വെറുതെ പറയാണ്, ഇങ്ങനെ വാങ്ങുന്ന വത്തക്കൊക്കെ കേടാണ്, ചുവപ്പൊന്നും ഇത്ര ഉണ്ടാവില്ല, അവർ കുത്തി വെക്കുകയാണ്, കേടാണെന്നൊക്കെ. അത് എല്ലാം ഒരുപോലെ എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നാട്ടിലെ വത്തക്ക തന്നെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇറങ്ങണത്. അപ്പോൾ ഒരു പേടിയും പേടിക്കാതെ നമുക്ക് ഈ വത്തക്ക മാത്രമല്ല വത്തക്കയുടെ തോടൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ആക്കട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വത്തക്കയുടെ തോട് എത്രയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു വലിയൊരു വത്തക്കൻ്റെ പകുതിൻ്റെ ഭാഗമുള്ള തോട് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇതുപോലെ ഒന്ന് പീലർ വെച്ചിട്ടോ കത്തി വെച്ചിട്ടൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വത്തക്ക തൊലി കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ വെറുതെ കേട്ടോ. അതൊന്നും കളയാൻ ഒരു പ്രയാസമില്ല. നമ്മൾ പപ്പായൻ്റെ തൊലിയൊക്കെ കളയുന്നില്ലേ, അത്രയൊക്കെ തന്നെ പണിയുള്ളൂ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കണത് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ക്യാരറ്റിനെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ടോ ഒക്കെ ചെയ്യാട്ടോ. ബീട്രൂട്ടോ ഇനിയിപ്പോൾ എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇപ്പം ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ വത്തക്കൻ്റെ തോട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നല്ലെണ്ണ എന്തെങ്കിലും. ഇതിപ്പോൾ നമ്മൾ നല്ലൊരു അച്ചാറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരു വെറൈറ്റി രുചിയിലാണ്. നിങ്ങളാരും ഇതുവരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. നോക്കി വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ ഞാൻ ആ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം മാത്രമേ കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ എന്താ പറയുക, ഈ കടുക് പൊട്ടാതെ കിടന്നാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കടുകും പൊട്ടി ഇഞ്ചി നല്ലോണം ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളക്, വലിയൊരു എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ 3 എടുത്തത്. നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെയാണ്, പിന്നെ കുട്ടികൾക്കൊക്കെയാണ് നിങ്ങളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടും കറിഞ്ഞൊക്കെ എരിവ് ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക്, പിന്നെ ഇഞ്ചിയുടെ കഷ്ണം അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണമാണ്. കാരണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു രുചി. പിന്നെ നമ്മളിത് വത്തക്കയുടെ തോട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയിലായിരിക്കും കേട്ടോ ഇതുണ്ടാവുക. കാരണം നമ്മൾ വത്തക്കത്തോടല്ലേ എന്ന് വിചാരിക്കേണ്ട, വത്തക്കത്തോട് നമുക്കൊരു കക്കരിക്ക അതിൻ്റെയൊക്കെ രുചിയിലേക്കാണ് കേട്ടോ നീങ്ങി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് പയ്യെ കാണാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മുരിഞ്ഞിട്ട് കിട്ടട്ടെ. നമ്മളെ മക്കളൊക്കെ ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങനെ തോണ്ടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ, ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വത്തക്കയുടെ തോട് വെച്ചിട്ടാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടി വരും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് ഉണ്ടാവും ചെയ്യും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ കുട്ടികൾക്ക് ജൂൺ മാസമൊക്കെ ആയ സ്കൂളൊക്കെ തുറക്കും, ആ ടൈമിലേക്കൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ചുറ്റും കൂട്ടാനൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റും. എന്തെങ്കിലുമൊക്കെ വേണ്ടിയല്ലോ, സോയാബീൻ പൊരിച്ചതും ഉരുളൻകിഴങ്ങ് പൊരിച്ചതൊക്കെ ആയിട്ട് വയറൊക്കെ കേടാവുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തയക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നെരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം ലേശം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ്, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടെടുത്ത് അതിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു എണ്ണയിലൊക്കെ കിടന്ന് മുരിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയോ, ഈ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഇനി വത്തക്കത്തിൻ്റെ തോടല്ല വേറെ എന്ത് വെച്ചിട്ടുണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറി മറിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുക, തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറേ ഉണ്ടെന്ന് നമുക്ക് തോന്നും, ഒരു ചട്ടി നിറയെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവില്ലേ. പക്ഷേ ഇത് എന്തൊക്കെ വരുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചപ്പി പോവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ അരിഞ്ഞിട്ട് തന്നെ ചെയ്തോളൂ കേട്ടോ. നമ്മളിപ്പോൾ നല്ല മാങ്ങൻ്റെ കാലൊക്കെയാണ് അല്ലേ, അപ്പോൾ മാങ്ങാക്കാലമായതുകൊണ്ട് തന്നെ മാങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കണ ഒരു തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ മാങ്ങാച്ചാറൊക്കെ മാറി നിൽക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റിന് മുമ്പിൽ. അപ്പോൾ മാങ്ങേൻ്റെ പിന്നാലെ തന്നെ ഒന്നും നിങ്ങൾ പോവണ്ട. അതിനൊക്കെ മാങ്ങയൊക്കെ നമുക്ക് ഇനി കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും ആവണ്ട കേട്ടോ. ഇതുപോലുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുക. പിന്നെ മാങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരു കേടും കൂടാതെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് മാങ്ങ വെച്ചിട്ടുള്ള ഇതൊക്കെ വേണ്ടി വരും അല്ലേ. അതൊക്കെ തപ്പി നൽകണ സമയത്താണെങ്കിൽ മാങ്ങ വെച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാങ്ങ ഒടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കണം. അപ്പോൾ വത്തക്കൻ്റെ തോട് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഒരുപാട് കമൻറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഞാൻ നോമ്പിന് വത്തക്കത്തോട് വെച്ചിട്ട് ഒരു ഇതുണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വത്തക്കത്തോട് വെച്ചിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയെന്നുള്ളതൊന്ന് കാണിച്ചു തരുമോയെന്ന് ചോദിച്ചിട്ട് കമൻറ്റൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിൽ ഏറ്റവും കൂടുതൽ രുചി കൂട്ടുന്നൊരു സംഭവം എന്താ വെച്ചാൽ ഒരു നേരിയ രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് നല്ല മധുരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലർ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കും, ചിലർ പഞ്ചസാര ചേർത്ത് കൊടുക്കും, ചിലർ ശർക്കര ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു
ശർക്കര ഒരു ആണി ശർക്കരൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയെന്നുള്ള നിങ്ങളോട് പറഞ്ഞങ്ങ് മനസ്സിലാവില്ല ഇതിൻ്റെ രുചി എങ്ങനെയെന്ന് പറഞ്ഞാൽ. കാരണം ഇത് ഉണ്ടാക്കി നമ്മൾ കുപ്പിയിലാക്കി വെച്ചാലുണ്ടല്ലോ നമ്മൾ കുറേ കാലത്തിനൊന്നും നിൽക്കില്ല. അന്നെ തീരുമാനമാവും കേട്ടോ. ഇവിടെ തീരുമാനമാവുന്നുണ്ട്, ആയിട്ടുമുണ്ട്, അതുകൊണ്ട് പറയാണ്. പിന്നെ തോനെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയാനുമില്ലല്ലോ. ഇവിടെ ഋതു മാത്രമുള്ളെങ്കിലും ഞാനും ഇത്തരം ഇതൊന്നും കഴിക്കണില്ല, ഒട്ടും വേക്കലല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല തിളച്ച വെള്ളം ലേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം കത്തിച്ചപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഇതായിട്ട് വന്നിട്ട് സമയത്ത് ഞാനിതിലേക്ക് ലേശം വിനാഗിരി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു അര ഗ്ലാസ്സോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവ കടക് അത് പൊടിച്ചതാണ്. അപ്പം അത് ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വറുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വീണ്ടും ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മൂടി നല്ല ഇതിലുള്ളിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി. പക്ഷേ ഈ ഒരു ഉലുവയും കടകും വറുത്ത് പൊടിച്ചതുണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. അത് നമുക്ക് ഇതൊരു മസ്റ്റാണ്. നമ്മുടെ അച്ചാറിന് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നൊരു സംഭവം, രുചിക്കൂട്ടാണ് ഈ ഒരു ഉലുവയും കടകും വറുത്ത് പൊടിച്ചത്. ഒരുപാട് അങ്ങോട്ട് വറുക്കണ്ട, കുറച്ചൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ലേശം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ലേശം സുർക്ക ഇറ്റിച്ചു കൊടുത്തിന്, പക്ഷേ പുളി കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒക്കെ എത്രത്തോളം വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർക്ക് നല്ല പുളി വേണ്ടി വരും, എന്നാൽ ചിലർക്ക് വലിയൊരു പുളി വേണ്ടി വരില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരുപാട് പുളിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് അത്യാവശ്യം പുളിയിൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പുളിയിലൊന്നും ചെയ്യണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് വേണോ വേണ്ടേ എന്നൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അറിയോ, ഈ ഒരു പൊടികളൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് എല്ലാം ഉണ്ടോ നോക്കുക, ഉപ്പുണ്ടോ പുളിയുണ്ടോ ഇനി എന്തിനേയും കുറവുണ്ടോ മധുരത്തിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ ഈ ഒരു സമയത്ത് തന്നെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെച്ച് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ പുളി കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വത്തക്കേൻ്റെ തോടായതുകൊണ്ട് തന്നെ നമ്മളൊരു കക്കരിക്കായാലും എന്താണെങ്കിലും നമ്മൾ ഉപ്പും മുളകും പുളിയൊക്കെ സുർക്കൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലോണം നമുക്ക് വേഗം അങ്ങോട്ട് പുളി കയറി പോകുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ അച്ചാറിടുമ്പോഴും വേഗം ഈ കഷ്ണത്തുമൊക്കെ പെട്ടെന്ന് തന്നെ പുളി കയറി പോയതുകൊണ്ട് ഈ വെള്ളത്തിൽ പുളി കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പുളിയൊക്കെ ഒഴിച്ചു. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ഇത് വത്തക്ക വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും പറയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിചാരിക്കുമോ ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. അത്രക്കുമാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൊരു കമൻറ്റും കൊണ്ട് വരണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് മറ്റുള്ളവർക്കും കൂടെ അത് പ്രചോദനമാവുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കമൻറ്റ് കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനമായിട്ട് അവരെന്ത് ചെയ്യും, അവരുണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങളിത് ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ അതിൽ ഫേസ്ബുക്കിന് ഓപ്ഷൻ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേജിലെത്തുട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പേജിന് ഒരു ലൈക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. പരമാവധി ആളിലേക്ക് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റും കൂടെ നിങ്ങൾ ചെയ്യണേ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ, ആരെങ്കിലും ഇതുവരെയും ഇതുപോലെ വത്തക്കത്തോട് വെച്ചിട്ട് അച്ചാർ എന്താ കേട്ടോ വളരെ രസമുണ്ട് കേട്ടോ. ആ ഒരു സുർക്കയും നേരിലും മധുരവും എരിവും പിന്നെ ആ ഇഞ്ചിൻ്റെയും പച്ചമുളകിന് കരിവേപ്പിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു ചൊയയും എല്ലാം കൂടെ ഇതിക്കായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളിത് ക്യാരറ്റിനേക്കാളും രസം ബീട്രൂട്ടായിരിക്കും കേട്ടോ.
ഏതായാലും നിങ്ങൾ പിന്നെ നല്ല ബീട്രൂട്ട് ഇട്ട് എന്താ പറയുക, നമ്മൾ ഈ ഒരു ഇതിൻ്റെ കളർ തന്നെ മാറി മറിയും. നല്ലൊരു റെഡ് കളറുള്ള അച്ചാറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഏതായാലും എനിക്ക് തന്നെ ഞാനിങ്ങനെ കഴിച്ച് നോക്കിയിട്ടേ ഞാനാണല്ലോ ഈ വത്തക്കത്തോടും ഉണ്ടാക്കിയൊരു ഈ അച്ചാർ ഇത്രയും ടേസ്റ്റോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളെ വത്തക്കത്തോടിൻ്റെ അച്ചാർ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ 2 മണിക്ക് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്താൻ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.